എല്ലാവർക്കും നമസ്കാരം. യൂണിറ്റ് കോസ്റ്റിംഗിലെ ടെൻഡർ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാൽക്കുലേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്സ്. ഇവിടെ നമ്മൾ ഓവർഹെഡ്സിന്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെൻഡർ പ്രൈസ് കാൽക്കുലേഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ടുകൾ നോക്കിയിട്ടാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടെൻഡർ പ്രൈസ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ടെൻഡർ പ്രൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസുകളായിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഫാക്ടറി ഓവർഹെഡ്, അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇതിന്റെ ഒന്നും എമൗണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആ പെർസെൻറ്റേജ് ബേസിസ് അടിസ്ഥാനത്തിലാണ്, ഏതിന്റെ പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് 3 പെർസെൻറ്റേജുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, ഫാക്ടറി ഓവർഹെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ഡയറക്റ്റ് വേജസിന്റെ ബേസിലാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് ഏതുണ്ടായിരിക്കും? ഡയറക്റ്റ് വേജസും ഉണ്ടായിരിക്കും, അതുപോലെ ഫാക്ടറി ഓവർഹെഡും ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമ്മളൊരു പെർസെൻറ്റേജ് എടുക്കണം. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 ആണ്. ഇപ്പൊ സപ്പോസ് ഇത് നമുക്ക് 20% കിട്ടുന്നതെങ്കിൽ ഇതിന്റെ മീനിങ് ഡയറക്റ്റ് വേജസിന്റെ 20% ആയിരിക്കും ഫാക്ടറി ഓവർഹെഡ്. അപ്പൊ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് തന്നിട്ടില്ല, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് വേജസ് അറിയാം, അതിന്റെ 20% എടുത്തു കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് ആയി. അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അറിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമുക്ക് പ്രീവിയസ് കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ ആ കോസ്റ്റ് ഷീറ്റിലെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100 ചെയ്താൽ നമുക്കൊരു പെർസെൻറ്റേജ് കിട്ടും. സപ്പോസ് അതൊരു 10% ആണെങ്കിൽ അതിന്റെ മീനിങ് ഫാക്ടറി കോസ്റ്റിന്റെ 10% ആയിരിക്കും നമ്മൾ ടെൻഡർ പ്രൈസ് ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആയിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് ഷീറ്റിൽ നിന്നും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100 ചെയ്യുക. സപ്പോസ് അതൊരു 20% ആണെങ്കിൽ ഫാക്ടറി കോസ്റ്റിന്റെ 20% ആയിരിക്കും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കോസ്റ്റ് ഷീറ്റിൽ നിന്നും ഈ പെർസെൻറ്റേജുകൾ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതായത് മെറ്റീരിയൽ എത്രയാണ്, അതുപോലെ തന്നെ വേജസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇൻഡയറക്റ്റുകളാണ് തരാതിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. Following particulars related to the manufacture of machines by Hindustan Engineering Company Limited for the year ending 31st December 2019. മെറ്റീരിയൽ യൂസ്ഡ് തന്നിട്ടുണ്ട് 2,25,000. ഡയറക്റ്റ് വേജസ് 1,80,000. ഫാക്ടറി ഓവർഹെഡ് 36,000. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് 35,280. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുന്നത് അവരുടെ ഡിസംബർ മാസം വരെയുള്ള കണക്കാണ്, അതായത് ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിന്റെ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ മെഷീൻ. ഈ മെഷീന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിനുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മെറ്റീരിയൽസും വേജസും ആഡ് ചെയ്യുക, ഫാക്ടറി
ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതായി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി. അഡീഷണൽ ആയിട്ട് അവർ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് പ്രൈസ് ദ കമ്പനി ഷുഡ് കോട്ട് ടു മാനുഫാക്ചർ എ മെഷീൻ വിച്ച് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് വിൽ റിക്വയർ ആൻ എക്സ്പെൻഡിച്ചർ of rupees 12,000 in material and rupees 10,000 in wages so that it will yield a profit of 20% on selling price. നമ്മളോട് ടെൻഡർ പ്രൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതിന്റെയാണ്? മെറ്റീരിയൽ 12,000 വേജസ് 10,000 എടുക്കുകയാണെങ്കിൽ 20% സെല്ലിംഗ് പ്രൈസിന്റെ 20% പ്രോഫിറ്റും കിട്ടത്തക്ക രീതിയിൽ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കാനുള്ള ടെൻഡർ ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഏതു മാത്രമേ ഉള്ളൂ? നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതും തന്നിട്ടുണ്ട്, നമുക്ക് വേജസും തന്നിട്ടുണ്ട്. പക്ഷെ ഏതില്ല? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഇല്ല. അപ്പൊ നമുക്ക് മെറ്റീരിയൽ, വേജസ്, ഫാക്ടറി ഓവർ ഹെഡ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ഇത്രയും വേണം. പക്ഷെ ഏതേ തന്നിട്ടുള്ളൂ? മെറ്റീരിയലും വേജസും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? ഫാക്ടറി ഓവർ ഹെഡും കണ്ടുപിടിക്കണം, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസും കണ്ടുപിടിക്കണം. അപ്പൊ ഇത് എന്താ കണ്ടുപിടിക്കാനുള്ള വഴി? നമുക്ക് അതിനാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഹെഡിങ് സാധാരണ പോലെ തന്നെ നമ്മൾ ഹെഡിങ് എഴുതുകയാണ്. കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2019. എത്രയാണ് നമ്മളെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്? 2,25,000. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് എത്രയാണ്? 2,25,000 ആണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. അത് ആദ്യം തന്നെ എഴുതി. വേജസ് 1,80,000. ആ 1,80,000 എഴുതി. വേജസും മെറ്റീരിയലും ആഡ് ചെയ്താൽ ഏത് കിട്ടും? നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഇനി പ്രൈം കോസ്റ്റിന്റെ കൂടെയാണ് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യേണ്ടത്. ഫാക്ടറി ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ എത്രയാ തന്നിരിക്കുന്നത്? 36,000. അപ്പോൾ അതും ആഡ് ചെയ്തു, നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ കൂടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് 35,280 അതുകൂടെ ആഡ് ചെയ്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഏതാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഭാഗം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമുക്ക് ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കണം. പക്ഷെ അവിടെ ഏതേ തന്നിട്ടുള്ളൂ? നമുക്ക് മെറ്റീരിയലും ഉണ്ട്, വേജസും ഉണ്ട്. പക്ഷെ ഏതറിയില്ല? ഫാക്ടറി ഓവർ ഹെഡും അറിയില്ല, എസ്റ്റാബ്ലിഷ്മെന്റും അറിയില്ല. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഇതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്? ഫാക്ടറി ഓവർ ഹെഡ് കിട്ടാനായി എന്ത് ചെയ്താൽ മതി? ഫാക്ടറി ഓവർ ഹെഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഡയറക്റ്റ് വേജസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. എത്രയാണ് ഇവിടുത്തെ ഫാക്ടറി ഓവർ ഹെഡ്? 36,000 ആണ്. 36,000 ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് എത്രയാണ്? 1,80,000 ഇൻറ്റു 100. അപ്പൊ ഇവിടെ 20% എന്ന് കിട്ടി. ഇതിന്റെ മീനിങ് എന്താണ്? ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏത് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. ആ ഡയറക്റ്റ് വേജസിന്റെ 20% എടുത്താൽ ഏതായി? ഫാക്ടറി ഓവർ ഹെഡ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസ് ആണ് അറിയേണ്ടത്. അത് നമ്മൾ ഫാക്ടറി കോസ്റ്റ് ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ജനറൽ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. എത്രയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്? 35,280. ഇനി ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? 4,41,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 8% എന്ന് കിട്ടി. ഈ പെർസെന്റേജ് ആണ് നമ്മൾ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ടത്. ഇതിന്റെ മീനിങ് എന്താണ്? ഫാക്ടറി കോസ്റ്റിന്റെ 8% എടുത്താൽ നമുക്ക് ഏത് കിട്ടും? എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് കിട്ടും. ഈ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ടെൻഡർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഹെഡിങ് കൊടുക്കുന്നു, നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ്, ബ്രാക്കറ്റിൽ ടെൻഡർ എന്ന് കൊടുത്തോളൂ. അപ്പൊ അതിനെ എസ്റ്റിമേറ്റഡ് എന്നും പറയും, ടെൻഡർ എന്നും പറയും, കൊട്ടേഷൻ എന്നും പറയും. ഏത് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ,
നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ടെൻഡർ പ്രൈസിന് മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ഡയറക്റ്റ് വേജസും ഉണ്ട്. അത് ആദ്യം തന്നെ എഴുതി, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതി. ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻഡയറക്റ്റുകൾ അല്ലെ, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് ഫാക്ടറി ഓവർ ഹെഡ്? 20% എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തിന്റെ 20%? ഡയറക്റ്റ് വേജസിന്റെ 20%. അപ്പൊ എടുക്കുക നമ്മൾ ഡയറക്റ്റ് വേജസ് എത്രയാണ് ഇവിടെ? 10,000 ആണ്. അപ്പൊ 10,000ത്തിന്റെ 20% എടുക്കുക. എത്ര വരും? 2,000. അപ്പൊ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തു. ഏത് കിട്ടിക്കഴിഞ്ഞു? ഫാക്ടറി കോസ്റ്റ് കിട്ടി 24,000. അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതും നമുക്ക് എമൗണ്ട് അറിയില്ല, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 8% ആണ്. ഏതിന്റെ 8%? ഫാക്ടറി കോസ്റ്റിന്റെ. നമുക്ക് ഇവിടെ ഫാക്ടറി കോസ്റ്റ് കിട്ടിയല്ലോ 24,000. അതിന്റെ 8%. അപ്പൊ 1,920 കിട്ടും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയി. ഓക്കെ, എത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? 25,920. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ 20%. പക്ഷെ നമുക്ക് ഏതറിയില്ല? സെല്ലിംഗ് പ്രൈസ് അറിയില്ല. അപ്പൊ നമ്മൾ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? കോസ്റ്റ് പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എത്രയാണോ പെർസെന്റേജ് തന്നിരിക്കുന്നത് സെല്ലിംഗിന്റെ, അത് ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 ഇൻറ്റു 100. അപ്പൊ എത്ര വരും? 20/80 ഇൻറ്റു 100. എത്ര വരും? 25%. എന്താണ് ഇതിന്റെ മീനിങ്? 25% ഓൺ കോസ്റ്റ്. അതിന്റെ അർത്ഥം 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്താണ്? 25% ഓൺ കോസ്റ്റ്. നമുക്ക് ഏതറിയാം? കോസ്റ്റ് അറിയാം. എത്രയാണ് കോസ്റ്റ്? 25,920. അതിന്റെ 25% നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കിട്ടിക്കഴിഞ്ഞു? സെല്ലിംഗ് പ്രൈസ് 32,400. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിക്കവാറും ക്വസ്റ്റ്യനുകളൊക്കെ ഇത് തന്നെയായിരിക്കും തരിക. ഇത്ര പെർസെന്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് തരും. പക്ഷെ മിക്ക ക്വസ്റ്റ്യനിലും നമുക്ക് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ 25% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്നായിരിക്കും തരിക. നമ്മൾക്ക് സെല്ലിംഗ് പ്രൈസ് അറിയില്ല. നമ്മളപ്പോ അതിനെ എന്ത് ചെയ്യുക? ജസ്റ്റ് അതിനെ ഒന്ന് കോസ്റ്റ് പ്രൈസിലോട്ട് എന്ത് ചെയ്താൽ മതി? കൺവേർട്ട് ചെയ്താൽ മതി. അത് കൺവേർട്ട് ചെയ്യാൻ എത്രയാണോ ഇവിടെ പെർസെന്റേജ് പറയുന്നത് അതിനെ എന്ത് ചെയ്യുക? ആ സെല്ലിംഗ് പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യുക? എത്ര പെർസെന്റേജ് ആണോ ആ സെല്ലിംഗ് പ്രൈസ് പെർസെന്റേജ് തന്നിരിക്കുന്നത് അത് ഡിവൈഡഡ് ബൈ 100 മൈനസ് ആ സെല്ലിംഗ് പ്രൈസ് പെർസെന്റേജ് എഴുതുക. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കോസ്റ്റിന്റെ പെർസെന്റേജ് കിട്ടും. പിന്നെ നമുക്ക് എളുപ്പത്തില് നമുക്ക് കോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ അത്ര പെർസെന്റേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടിക്കഴിഞ്ഞു? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ കോസ്റ്റിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആയി. ഇതാണ് നമ്മുടെ 2 ഭാഗം ക്വസ്റ്റ്യനിൽ. ഒന്നാമത്തെ ഭാഗം നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാനായിരുന്നു. പിന്നത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് വീഡിയോസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്